കൂതര കളികളാണ് കളിക്കുന്നത് കേട്ടാ. ആരാന്നറിയാം? മുള്ളംപന്നിയും അതിൻ്റെ ടീമും. ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒരു സ്ത്രീനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സ്ത്രീൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മുള്ളംപന്നി തന്നെ പബ്ലിഷ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഇതെല്ലാം. പക്ഷേ മെൽബിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മെൽബിന് വീഡിയോ ചെയ്ത ആ സ്ത്രീനെ പറ്റി പേര് പറഞ്ഞിട്ടേ ഇല്ല. അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇതിട്ടെന്ന് ഗൂഗിൾ പേയിൽ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഹൈറിച്ചിൽ ഇത് ഡിജിറ്റൽ ഇത് കൂപ്പൺ എടുത്തെന്നുള്ളത്. അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം കൂടിയിട്ട്, ഇവർ സ്വർണം വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വന്നാലും എടുക്കാൻ പറ്റും. വിറ്റിട്ടാണ് എന്താ പറയുക ഹൈറിച്ചിൽ ഇട്ടെന്ന് പറഞ്ഞില്ലേ. ആര് ഹൈറിച്ചിൽ ഇട്ട് കഴിഞ്ഞാലും എന്തിനാ ഇട്ടത്? അവർ തന്ന വാഗ്ദാനങ്ങൾ, ഹൈറിച്ചിൽ കൂപ്പൺ എടുത്താണെങ്കിൽ അതിലുള്ള ലാഭങ്ങൾ, ആ ബിസിനസ്സിൻ്റെ പ്രൊസീജിയറുകൾ, അതിലും വേണ്ടിയിട്ടാണ് ഇട്ടത്. ആര് പുണ്യാളന്മാരൊന്നുമല്ല. ആ സ്ത്രീ ആണെങ്കിൽ ശരി, ഞാനാണെങ്കിൽ ശരി, മെൽബിനാണെങ്കിൽ ആരും ലാഭം നോക്കിയിട്ട് തന്നെ ഇട്ടത്. ഇൻ കേസ് ഹൈറിച്ച് ആണെങ്കിൽ തന്നെ അവരും ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കമ്പനി തുടങ്ങിയത്. ഇനിയിപ്പോൾ ഈ മുള്ളംപന്നി എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാൾ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തിന്? പക്ഷെ എങ്ങനെ ഉണ്ടല്ലോ, ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റൂല. മെൽബിൻ എന്താ ചെയ്തെന്നുള്ള നിങ്ങൾക്കറിയാം. ഇയാൾ എന്താ പറയുന്നത് വെച്ചാൽ ആ സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ അപമാനം ഈ പറഞ്ഞത്? അയാള് സ്ത്രീന്റെ പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ മോശമായിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞ ഏത് ആംഗിളിലാണ് പറഞ്ഞത്? അയാളൊരു സത്യാവസ്ഥ പറഞ്ഞു. എങ്ങനെ? കോമൺ ആയിട്ട് ഇവിടെ ഹൈറിച്ചുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹാർഷായിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ഇത് സമ്മതിച്ചുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പാടില്ല. അതിന് നമ്മൾ നിൽക്കാനും പറ്റൂല. എന്ന് വെച്ചാൽ ഇത് കോടതിയിലുള്ള കേസാണിത്. ഹൈറിച്ചില്ല. കോടതിന് എന്താ നിങ്ങൾ ബഹുമാനിക്കാത്തത്? കോടതിയിൽ വിധി വരട്ടെ. അതിന് മറുപടി തരണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ തന്നേ തീരൂ. അങ്ങനെ വിട്ടാൽ ശരിയാവൂല. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിലെ ആൾക്കാർ, ഹൈറിച്ചിലെ ആൾക്കാർ, ഇത് നമ്മളെ പൈസ ഒക്കെ, ഞാൻ എന്നെയും കൂടി ഇൻക്ലൂഡ് ആയിട്ട്, നമ്മളൊക്കെ പൈസ ബ്ലോക്ക് ആക്കിയത് ഇതേ ആൾക്കാരെ കൊണ്ടാണ്. ഈ കേസ് കൊടുത്തുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടും പിന്നെ അതിനെതിരെ വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ബുദ്ധിമുട്ട് ആരാ ഇല്ലാത്തത്? EMI അടക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്? ഇത് സ്വർണം പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എല്ലാം ആയതെന്നുണ്ട് ഈ കേസും ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അവർ ആട്ടും തോലിട്ട ചെന്നായിക്കളെ പോലെയാണ് കളിക്കുന്നത്. അവർ ശുദ്ധന്മാർ, നമ്മളാണ് മോശം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരും പിന്നെ അതേപോലെ ഈ ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹൈറിച്ചിനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമുക്ക് പൈസ തന്നിട്ടുണ്ട്. ഈ കേസായിട്ട് അക്കൗണ്ട് ഫ്രീസ് ആകുന്നത് വരെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന് ഏതൊരുത്തരെങ്കിലും നിങ്ങൾ പറ. തന്നിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ കിട്ടാണ്ടായെന്ന് വെച്ചാൽ അക്കൗണ്ട് ഫ്രീസ് ആയതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഈ കോടതിയിൽ വിധി വരുന്നവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാത്തു നിന്നൂടാ? ഇനിയിപ്പോൾ അന്നേരം പൊട്ടിക്കഴിഞ്ഞാലും അന്നേരം നിയമം കോടതി അവിടെ ഉണ്ട്. ഇവർ അക്കൗണ്ട് ഫ്രീസ് ആണെങ്കിൽ അക്കൗണ്ട് പൂട്ടിക്കഴിഞ്ഞാൽ, ഇനി അക്കൗണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാലും അക്കൗണ്ടിലെ പൈസ അക്കൗണ്ടിൽ ഇത് ഗവൺമെന്റ് അണ്ടറിലാണുള്ളത്. നമുക്ക് കേസ് കൊടുത്താൽ നമുക്ക് കിട്ടൂലെന്നെന്താ ഉറപ്പില്ലേ? പക്ഷെ അതിനൊന്നും ആവശ്യം വരില്ല. ഹൈറിച്ച് പറയുന്ന പറഞ്ഞാൽ അവർ പൈസ തരും തന്നെയാണ് പറയുന്നത്. അതിലൊരു പിന്നോട്ടും പോയിട്ടില്ല. അവർ കുടുക്കിയതാണ്. അവരൊന്ന് ലെവലായി വരട്ടെ. അങ്ങനെ ഒളിച്ചോടി പോകുന്ന കമ്പനി ആണെങ്കിൽ ഇവർ എന്തിനാ വാദിക്കേണ്ട ആവശ്യം? ഈ കോടതിയിൽ വക്കീലന്മാരെല്ലാം വെച്ചിട്ട് വാദിക്കേണ്ട ആവശ്യം? കുറച്ച് ചിന്തിച്ചു നോക്ക്. എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുതെ നിൽക്കുന്ന മെൽബിന്റെ മേലൊന്നും മെക്കിട്ട് കയറണ്ട. ആദ്യം ഇവന്റെ മേലെ അയ്യൂബിന്റെ മേത്ത് മെക്കിട്ട് കയറാൻ നോക്കി, നടന്നില്ല. ഇനിയിപ്പം മെൽബിന്റെ മേലെയാണ് മെക്കിട്ട് കയറുന്നത്. അതൊരു സ്ത്രീനെ പറ്റി. അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്. നിങ്ങൾ അങ്ങനെ അത്രക്കും നല്ല ഇതാണെങ്കിൽ നിങ്ങൾ സെറ്റിൽമെന്റ് അവരെ ബുദ്ധിമുട്ടി മുൻ തീർക്ക്. എന്നിട്ട് കേസും കാര്യമെല്ലാം ആയിക്കാൻ നിങ്ങൾക്ക് പൈസ കിട്ടും. എന്താ നിൽക്കൂല? നിങ്ങൾക്ക് വേറെ എന്നറിയാ.
മോശം ചിന്താഗതിയുള്ള ആൾക്കാരാണ്. മോശം, വളരെ മോശം. നിങ്ങൾക്ക് ഈ ആൾക്കാർ ഇതേപോലത്തെ സ്ത്രീ ആയിക്കോട്ടെ, ഞങ്ങളായിക്കോട്ടെ, എല്ലാവരും പൈസ പോയിട്ട് നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വീണ്ടും വീഡിയോ ഇട്ട് കളിക്കേണ്ടിയുള്ള നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ചെന്നായ്ക്കള്, മുളമന്നി, കണ്ണാടി, നിങ്ങളെല്ലാം ഉണ്ടല്ലോ നല്ല മനുഷ്യരല്ല. കണ്ണാടിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അയാൾ ശരിക്കും പക്ക ഇതിനു വേണ്ടിയിട്ടാണ്, റവന്യൂവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അയാളെ ഞാൻ കുറേ വീഡിയോ കണ്ട്. ഐറിച്ചിൻ്റെ വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നതിന് വേറെ ഒരുപാട് വീഡിയോ ഉണ്ട്, ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റവന്യൂ അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ 4 ഉറുപ്പിക ഉണ്ടായിക്കോ, യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആരുടെ മേടിച്ചിട്ടായിക്കോട്ടെ. പക്ഷെങ്കിൽ നിങ്ങൾ പാവങ്ങളെ ഇടങ്ങാറാക്കരുത്. അതും പറഞ്ഞിട്ട് ഈ 2 ആൾക്കാർ അയ്യൂബും മെൽബിനെല്ലാം ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാരെ സമാധാനിപ്പിച്ച ആൾക്കാരാണ്. കാരണം അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരാണ്. അവർക്കെതിരാണ് നിങ്ങൾ കളിക്കുന്നത്. ഇതെല്ലാം മോശമാണ് കേട്ടോ, മോശം, വളരെ മോശം.